ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയിലത്തെ വിശേഷമാണ്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് അങ്ങനെ പറയത്തക്ക വിശേഷങ്ങളൊന്നുമില്ല. എന്നാലും എന്താ പറയുക, ഒരു വീഡിയോ ഇടുന്നത് മുടങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ ഇടണമെന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ പതിവ് പോലെ രാവിലെ എണീറ്റു. അപ്പോൾ ഇന്ന് ഇത്തിരി നേരത്തോടെ എണീറ്റു. എന്താണെന്ന് അറിഞ്ഞൂടാ, കിടന്നിട്ട് ഉറക്കം അങ്ങോട്ട് മുഴുവനായില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം എണീറ്റ് നമ്മളുടെ കാര്യങ്ങളൊക്കെ നോക്കാമല്ലോ. കാരണം എണീറ്റ് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പണി ഏത് വശത്തുനിന്ന് വേണമെങ്കിൽ എനിക്കുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഇന്ന് ചെടിയൊക്കെ ഈ മണി പ്ലാന്റൊക്കെ ഒന്ന് വെട്ടി നിരത്താമെന്നൊക്കെ വിചാരിച്ചത്. പക്ഷെ പണി പാളിപ്പോയി. നമ്മൾ വിചാരിക്കുന്നതൊന്നും അല്ല നടക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇന്ന് നടന്നില്ല കേട്ടോ. വേണമെന്നൊക്കെ വിചാരിച്ചിട്ട് എണീക്കുമ്പോൾ അതായിരുന്നു എൻ്റെ ലക്ഷ്യം. പക്ഷേ ഒന്നും നടന്നില്ല. പക്ഷേ അത് സാരമില്ല, അതിനേക്കാളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുറേ കാര്യങ്ങളൊക്കെ നടന്നു കേട്ടോ. അപ്പോൾ ഞാനിവിടെ നോക്കിയപ്പോൾ ഇന്നലെ അകമൊക്കെ മൊത്തം അടിച്ച് കഴുകി തുടച്ചെങ്കിലും ഇവിടെ നല്ല പൊടിയും കാര്യങ്ങളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ റോട്ടിൽ പൈപ്പിൻ്റെ പണി ഉണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല കാറ്റാണല്ലോ. അപ്പോൾ നമ്മുടെ മുറ്റത്തൊക്കെ നിറച്ച് ഈ സമയത്താണ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇലകളും പേപ്പർ മുടി ഇതൊക്കെ ഇങ്ങനെ പറന്ന് വന്ന് നിൽക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ. അത് ഈ സമയത്താണ് കേട്ടോ അത്. അങ്ങനെ മുറ്റത്തൊക്കെ പിടിവാൻ പറയായിരുന്നു, ഇവിടെ ഒന്നുമില്ല എന്നാലും ഇവിടെ നിന്ന് ഇത് എന്തൊക്കെയോ പറന്ന് വന്നേക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ നിറച്ച് പൊടിയാണ് കേട്ടോ. ചവിട്ടിയുടെ ഇടയിലൊക്കെ ഭയങ്കര അങ്ങനെ ചപ്പും ചവറൊക്കെ വന്ന് അടിഞ്ഞ് കിടക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഭാഗം ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നെന്നാൽ അതൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലെ എണീറ്റ് ഞാൻ പതിവ് പോലെ മാതാവിന് മെഴുകുതിരിയൊക്കെ കത്തിച്ച് എന്താ പറയുക, നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാകുമ്പോൾ നമ്മൾ അമ്മമാരോടല്ലേ പറയുക. അപ്പോൾ ഇപ്പം അമ്മച്ചിയോ ഒന്നുമില്ലാത്ത നിലയ്ക്ക് നമ്മൾ മാതാവിനോട് ഇരുന്നിട്ടാണ് പറയുക, എനിക്ക് ഇങ്ങനെ കാര്യങ്ങളുണ്ട്, ഇതുണ്ട് അതുണ്ട്, നല്ലതും മോശവും ഒക്കെ ആയ കാര്യങ്ങൾ നമ്മൾ അമ്മമാരോട് പറയണ പോലെ ഞാനും ഈ പറഞ്ഞ പോലെ മാതാവിനോടാണ് എല്ലാം പറയാം കേട്ടോ. അങ്ങനെ രാവിലത്തെ കാര്യങ്ങൾ, അതായത് ഇന്നൊരു ദിവസം നല്ലൊരു ദിവസം തന്നല്ലോ. നമ്മൾ ഇന്നലെ കിടക്കുമ്പോൾ നമ്മൾ ഇന്ന് എണീക്കും എന്നുള്ള പ്രതീക്ഷയിലല്ലല്ലോ നമ്മൾ കിടക്കുക. ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനെയാണ്. കാരണം കാണുമ്പോൾ പേടിയാണ്. ഇങ്ങനെ കാണുമ്പോഴേക്കും കുഴഞ്ഞു വീണ് മരിക്കുന്നവരും കുറേ ഇപ്പം അങ്ങനെ തന്നെ യൂട്യൂബിലിങ്ങനെ ഒരു ഇതന്നെ വരുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മളിതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമാണ് കാണുമ്പോൾ. അപ്പോൾ ഞാൻ എന്ത് കാണിച്ചു വെച്ചാൽ ഇന്നലെ രാത്രി നമ്മൾ ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് ബീഫ് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാനത് ചൂടാക്കി വെച്ചേക്കായിരുന്നു, ഇന്നലെ തൊട്ടിട്ടില്ല. ഞാൻ വിചാരിച്ചു രാവിലെ അതൊന്ന് നല്ലോണം അപ്പോൾ കാച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എടുക്കുമ്പോൾ കാച്ചാന്ന് വിചാരിച്ചിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്നെടുത്ത് കാച്ചി ആദ്യം അതങ്ങോട്ട് മാറ്റി വയ്ക്കാം. കാരണം മസാലയൊക്കെ ചേർന്നിട്ടുള്ളതാണ്, ഇനി വളിക്കാൻ നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ആ പണി ഞാൻ ആദ്യം കഴിച്ചു വെച്ചു. ഇവിടെ അതേ നോക്കി ഇന്നലെ ഇവരുടെ കളിയും ഇന്നലെ കണ്ടില്ലേ, അതിൻ്റെ വീഡിയോയിൽ കണ്ടില്ലേ അവരുടെ കളിയും ബഹളമൊക്കെ. അതൊക്കെ കഴിഞ്ഞ് കുട്ടികൾക്ക് കണ്ണ് തുറക്കാൻ കിട്ടണില്ല കേട്ടോ. അപ്പോൾ അച്ഛനും അതെ, തോമോനും അതെ. ചാക്കോച്ചന് പിന്നെ ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അപ്പോൾ നമ്മൾ ഇന്ന് മോർണിംഗ് റുട്ടീൻ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എണീറ്റ് തന്നെ. കാരണം ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് മോർണിംഗ് റുട്ടീനാണ് എടുത്തത്. ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും. കാരണം ഉച്ചയ്ക്ക് 2 മണിക്ക് എല്ലാ ദിവസവും 2 മണിക്കാണ് നമ്മളത് അപ്ലോഡ് ചെയ്യണത്. അതും എന്താ പറയുക, ഉന്തി തള്ളിയിട്ടാണ് ഓരോ ദിവസവും ഓരോ വീഡിയോ ഇടണത് കേട്ടോ. അങ്ങനെ ഞാൻ രാവിലെ തന്നെ ഇപ്പോൾ നാളെ ദോശയ്ക്കുള്ള മാവ് ആട്ടാനുള്ളത് കുതിരയിട്ടു. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ ഉഴുന്ന് കണ്ടമാനം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ ഒതുക്കുമ്പോൾ ഞാൻ കാണിച്ചു തന്നില്ല ഉഴുന്ന് പൊടിയായി തുടങ്ങിയത്. അപ്പോൾ നമ്മൾ ഇനിയും അത് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഉഴുന്നിൻ്റേതായ ആ ഒരു എന്താ പറയുക പതയിലും ആ ഒരു വീര്യം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, വീര്യമല്ല, നമ്മൾ ഉഴുന്ന് പതഞ്ഞ് ആ ഒരു പുളിപ്പുണ്ടല്ലോ അതൊക്കെ നഷ്ടപ്പെടുമെന്ന് പറയണത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അത് എന്തെങ്കിലും ഉണ്ടാക്കി വേഗം അവസാനിപ്പിക്കാം. അപ്പോൾ ഇന്ന് ഞാൻ വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉഴുന്ന് വെള്ളത്തിലിട്ടു. അങ്ങനെ ഈ 3 കൂട്ടം വെള്ളത്തിലിട്ടതിന് ശേഷമാണ് ഞാൻ ബാക്കി പണികൾക്ക് നിന്നുള്ളൂ, മറക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. അല്ലെങ്കിൽ നമ്മൾ വർത്തമാനത്തിനിടയിൽ അതങ്ങോട്ട് മറന്നു പോകും. അപ്പോൾ നമ്മളിന്ന് എന്താ പറയുക ഉപ്പുമാവ് ഉണ്ടാക്കിയത്. കാരണം എന്താ വെച്ചാൽ കുട്ടികൾക്കും കൂടി കൊടുത്തയക്കാവുന്ന പോലെ ഇപ്പോൾ 2 പേർക്കും ഒരുപോലെ ടിഫിൻ ബോക്സിൽ ഇങ്ങനത്തെ സംഭവങ്ങളാണ് കൊടുത്തയക്കുന്നത്, നാടൻ പലഹാരങ്ങൾ. സാധാരണ നാടൻ പലഹാരം ഇഷ്ടമുള്ളത് നമ്മുടെ ചാക്കോച്ചനാണ്. പാച്ചു കുഴപ്പമില്ല അങ്ങനെയുള്ളൂ, തോമു തൊടില്ലായിരുന്നു. പക്ഷേ ഇന്ന് മിടുക്കനായിട്ട് കംപ്ലീറ്റ് തിന്നിട്ടാട്ടോ വന്നത്. അങ്ങനെ ചാക്കോച്ച മുടി വെട്ടിയിട്ട് കണ്ടു, കുറേ പേർക്കൊക്കെ ഇഷ്ടമായി. കുറേ പേര് പറഞ്ഞു വേറെ കുട്ടിയായി എന്ന് പറഞ്ഞു. അങ്ങനെ അവരവരുടെ കളി തുടങ്ങി. തോമു ഡ്രസ്സ് മാറി മുകളിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല കേട്ടോ. അവനെ കുളിപ്പിച്ച് മാറ്റിച്ചിട്ട് അവനും അവിടെ മുകളിൽ അങ്ങനെ കിടന്നുറങ്ങാണ്. അങ്ങനെ പാച്ചുതെ
ഉന്തി തള്ളി എണീപ്പിച്ച് ചാക്കോച്ച എണീറ്റാൽ പിന്നെ പാച്ചുവിന് ഇൻട്രസ്റ്റാണ് ചാക്കോച്ചൻ്റെ കൂടെ കളിക്കാനും അവനെ കുഞ്ചിക്കാനായിട്ട് അവൻ എണീക്കും കേട്ടോ. അങ്ങനെ എണീറ്റ് ചാക്കോച്ചൻ്റെ അക്കിയുടെ വീട്ടിലേക്ക് കൊണ്ടാക്കാൻ പോകണം. അവൻ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ബാഗ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇപ്പം പോകണം അക്കിയുടെ വീട്ടിലേക്ക്. ഒരാൾക്കും പറഞ്ഞാൽ വിശ്വാസമാവില്ല. അവൻ എങ്ങനെയാ വെച്ചാൽ ബാഗ് കണ്ടു കഴിഞ്ഞാൽ അപ്പം അത് പിടിച്ചിട്ട് കരഞ്ഞ് വാതിലും വിട്ട് തട്ടി ഇപ്പം പോകണം അവനെന്നുള്ള കരച്ചിലാണ് കേട്ടോ. അതാണ് ഈ കാണുന്നത്. അപ്പോൾ ഡാഡിയും ഡോണും കൂടിയിട്ട് ചാക്കോച്ചൻ്റെ അക്കിയുടെ വീട്ടിൽ കൊണ്ടുവന്നാക്കി. അവിടെ എന്താ അവന് ഇത്ര ഇഷ്ടം എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ 2 പേരും ഉണ്ട്, പിന്നെ മൂന്നാമതാണ് അവനെ ശ്രദ്ധിക്കുക. പിന്നെ ചേട്ടന്മാരുടെ കൂട്ടത്തിലാകുമ്പോൾ അവനെ ശ്രദ്ധിക്കില്ല എന്നൊരു തോന്നൽ. ശ്രദ്ധിക്കില്ല എന്നല്ല, അവനൊരു പ്രത്യേക സ്പേസ് ഒന്നുമില്ലല്ലോ. അവിടെ ആകുമ്പോൾ എന്താ പറയുക, പോൾസൺ പാപ്പൻ്റെയും വസന്തേച്ചിയുടെയും അക്കിയുടെയും കൂടെ അവൻ എന്താ പറയുക രാജകുമാരനായിട്ട് വിലസാണ് അവിടെ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമാണ്. അവിടേക്ക് പോവാമെന്ന് പറഞ്ഞാൽ അവൻ ബാഗ് കണ്ടപ്പോൾ അത് എടുക്കലും ഇറങ്ങി പോവലായി. വാതിൽ തുറന്ന് കിടന്ന ഗേറ്റ് വരെ ഓടുക ബാഗും കൊണ്ടിട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ 2 വീലർമേ അങ്ങോട്ട് കൊണ്ടുവന്നാക്കാമെന്ന് വിചാരിച്ചു. ഡാഡിയും മോനും കൂടി തൊട്ടടുത്താണ് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് എത്ര മിനിറ്റ് എന്നാ പറയുക, വളരെ ഒന്ന് തിരിഞ്ഞ ഇവിടെ നിന്ന് ഇപ്പോൾ ഈ ഗേറ്റിൻ്റെ അവിടേക്ക് പോണതിൻ്റെ 2 ഇരട്ടിയും കൂടി ഉണ്ടാവും അങ്ങോട്ട്, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഡാഡിയും മോനും കൂടിയിട്ട് ചാക്കോച്ചനെ കൊണ്ടാക്കാൻ പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഡിംപിളും ഡിവൈനും കൂടിയിട്ട് ഒരു ചെറിയ പർച്ചേസിങ്ങിന് പോവുകയാണ്. കുറേ കൊറിയർ വന്ന ഐറ്റംസ് റിസീവ് ചെയ്യണം, അങ്ങനെ കുറേ പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ അവർ ഒന്നിച്ച് 2 പേരും കൂടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഡാഡിയുടെ കൂടെ പോകുന്നില്ല, കാരണം ഡാഡിക്ക് ഇന്ന് മൺഡേ ആണ്. സാധനങ്ങൾ പ്ലേറ്റ് ചെയ്തത് കൊണ്ടുവരികയും നമുക്ക് പോസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന എന്താ പറയുക, അറിയാലോ തിങ്കളാഴ്ച ദിവസം എന്ന് പറയുമ്പോൾ ഭയങ്കര തിരക്കുള്ള ദിവസമാണ് നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ഡാഡി പോയില്ല. ഞാൻ രാവിലെ ആവശ്യമുള്ള സാധനങ്ങൾ പ്ലേറ്റ് ചെയ്തത്, പിന്നെ അഡ്രസ്സ് എഴുതാനുള്ളത് അതൊക്കെ ഞാനിരുന്ന് ചെയ്തു. അപ്പോൾ കുട്ടികളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ പൊക്കോ, ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. കാരണം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവർ പോകാൻ നിന്നാൽ പിന്നെ ലേറ്റാവും, അപ്പോഴേക്കും പിള്ളേർസ് വരേണ്ട നേരമാവുകയും ചെയ്യും. അപ്പം ഇവരോട് ഞാൻ പറഞ്ഞു, കുട്ടികളെ വിട്ടിട്ട് നിങ്ങൾ വേഗം പൊക്കോ. ഒരു ഓട്ടോ വിളിച്ച് പോയി കഴിഞ്ഞാൽ അവർക്ക് 2 പേർക്കും കൂടി പോയിട്ട് സ്വസ്ഥമായിട്ട് എല്ലാ പരിപാടികളും കഴിഞ്ഞ് വരാമല്ലോ. അങ്ങനെ നമ്മുടെ തോമുട്ടൻ ഉറക്കത്തിൽ നിന്ന് അവൻ എണീറ്റിട്ട് കുറേ നേരം ഞാൻ പറഞ്ഞേ കുളിപ്പിച്ച് ഡ്രസ്സ് മാറ്റി അവിടെ ഇരുത്തിയേക്കായിരുന്നു. അപ്പോൾ അങ്ങനെ അവൻ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി വന്നു. പിന്നെ 2 ആളും കൂടിയിട്ട് ഡാഡിയുടെ കൂടെ തന്നെയാണ് ഇന്ന് പോയത് കേട്ടോ. ഡോണിൻ്റെ കൂടെയല്ല, ഡാഡിയുടെ കൂടെ തന്നെയാണ് പോയത്. അപ്പോൾ പാച്ചുട്ടൻ ഓൾറെഡി അവിടെ കുളിച്ച് റെഡി ആവണുള്ളൂ. അപ്പോൾ ഇന്ന് തോമുവിനോട് പറയുകയാണ്, ഇന്ന് ഉപ്പുമാവാണ് വെച്ചിരിക്കുന്നത്, ഉരുട്ടി വെച്ചിട്ടുണ്ട്, അതിൽ പഞ്ചസാര ഇട്ടിട്ടുണ്ട്, നല്ല കുട്ടിയായിട്ട് കഴിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓക്കെ ഒക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഡിവൈൻ കോട്ടയത്ത് നിന്ന് കൊണ്ടുവന്ന കേട്ടോ, സ്പൈഡർമാൻ്റെ ബനിയൻ. അപ്പോൾ ഇത് കണ്ട വഴിക്ക് തോമു പാച്ചുവിന് എടുക്കുക പറഞ്ഞിട്ട് എടുത്തതാണ്. അപ്പോൾ ടോയിനെ വെറുതെ പിടിച്ചേക്കണ്ട, അത് തിരിച്ച് ഇവിടെ തന്നെ വെച്ചിട്ട് പോവുള്ളൂ കേട്ടോ. അപ്പോൾ അവൻ ഇറങ്ങിയ നേരത്തെ ഐ എം ഹംഗ്രി പറഞ്ഞിട്ട് മറ്റേ ഇത് ക്രീം ബണ്ണാണ് എടുത്ത് കഴിക്കണം കേട്ടോ. അപ്പോൾ കഴിക്കണത് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിർത്തിയേക്കാം. പക്ഷേ വണ്ടിയിലിരുന്ന് അവിടെ എത്തുമ്പോഴേക്കും അവസാനിപ്പിച്ച് വെള്ളം കൊടുത്തിട്ടാണ് വിട്ടേന്ന് പറഞ്ഞു കേട്ടോ ഡാഡി. അപ്പോൾ തോമുവിനെ സംബന്ധിച്ച് ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ പോയി കഴിഞ്ഞ് ഡിംപിളും ഡിവൈനും ഡ്രസ്സ് ചേഞ്ച് ചെയ്ത്, ഡിംപിൾ ഓൾറെഡി വീഡിയോസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ കല്യാണത്തിനൊക്കെ പോയപ്പോൾ കുറേ പേര് പറഞ്ഞു ഡിംപിളും ഡിവൈനും ഒരേപോലെ ഇരിക്കണോ, ഒരേ ചായയുണ്ട്. അത് മുടി 2 പേരും സ്ട്രെയിറ്റ് ചെയ്തപ്പോൾ തോന്നുന്ന ഒരു ചായയാണ്. പക്ഷേ ഒരുപോലെ ഇങ്ങനെ ഡ്രസ്സ് ചെയ്തൊക്കെ കാണുമ്പോൾ ഒരു ചേടിത്തിനീത്തി ലുക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ എനിക്കും അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം എപ്പോഴും അതുപോലെ തന്നെ 2 പേരും കൂടി ഒന്നിച്ച് അങ്ങനെ ആവണം എന്നാണ് നമ്മളുടെയൊക്കെ ആഗ്രഹം. അപ്പോൾ അങ്ങനെ 2 ആളും ഡ്രസ്സ് മാറി ഓട്ടോ വിളിക്കുകയാണ്. ഓട്ടോ വിളിച്ച് അതിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ആർക്കാർക്കും ബുദ്ധിമുട്ടില്ല, എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ ചെയ്യാമല്ലോ. ഇവർക്ക് ഇവരുടെ ആവശ്യങ്ങൾക്ക് പോവാം, എനിക്ക് എൻ്റെ കാര്യങ്ങൾ ചെയ്യാം, ഡാഡിക്ക് ഡാഡിയുടെ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെ എന്താ പറയുക, 3 വഴിക്ക് അങ്ങോട്ട് തിരിഞ്ഞു. അപ്പോൾ ഡാഡി പോയി കഴിഞ്ഞിട്ടാണ് പിള്ളേർസ് പോയത് കേട്ടോ. അപ്പോൾ അവർ ഓട്ടോ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ നിന്ന് വിളിച്ച് പറഞ്ഞാൽ നമുക്ക് പരിചയമുള്ള ഓട്ടോ ചേട്ടന്മാരാണ്, 2-3 പേരുണ്ട്. അപ്പോൾ അതിൽ ഇന്നിപ്പോൾ ആരാ വന്നതെന്ന് എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നു ഏത് ചേട്ടനാണാവോ വന്നേ. അപ്പോൾ അങ്ങനെ അവരിതേ പോയി. ഞാൻ പറഞ്ഞു പുറത്ത് ലോക്ക് ചെയ്തോളാൻ പറഞ്ഞു. കാരണം പുറത്തുനിന്ന് ലോക്ക് ചെയ്താൽ ഇപ്പോൾ അത്യാവശ്യക്കാരും അല്ലെങ്കിൽ പൊക്കോളും. നമുക്ക് അത്യാവശ്യമുള്ളവരാണെങ്കിൽ അവർ ഫോൺ ചെയ്ത് ഇവിടെ ഇല്ലേ, അല്ലെങ്കിൽ കോളിംഗ് ബെൽ അടിക്കുമല്ലോ. ഒരുവിധപ്പെട്ടവർക്കൊക്കെ അറിയാം നമ്മൾ പുറത്തുനിന്ന് കുട്ടികളുള്ള കാരണം പുറത്തുനിന്ന് എപ്പോഴും പൂട്ടും. പുറത്തുനിന്നോ അകത്തുനിന്നോ ആരാണോ പുറത്തേക്ക് പോകണത് അവർ പൂട്ടും, അകത്തേക്ക് വരുമ്പോൾ ആരാണോ അകത്ത് പൂട്ടും. അപ്പോൾ ഒരുവിധപ്പെട്ടവർക്കൊക്കെ അറിയാം അങ്ങനെയാണ് എന്നുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ഗേറ്റ് ലോക്ക് ചെയ്താലും അവിടെ നിന്ന് നോക്കിയാൽ കാണാം നമ്മുടെ വാതിൽ തുറന്ന് കിടക്കുന്നത്.
അപ്പോൾ അങ്ങനെ അതുകൊണ്ട് തന്നെ ഗേറ്റ് ലോക്ക് ചെയ്ത് വാതിൽ തുറന്നിട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് ധൈര്യമായിട്ട് അകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഗേറ്റിൻ്റെ അവിടെ ഒരു ഒച്ച കേട്ട് കഴിഞ്ഞാൽ അപ്പം നമ്മുടെ പിള്ളേരുകൾ 3 ആളും കൂടി ഒപ്പം നിന്ന് കുരയ്ക്കും. അപ്പോൾ നമ്മൾ പോയിട്ട് അഥവാ കോളിംഗ് ബെല്ല് അടിക്കാനായിട്ട് അവർ വിട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒച്ച കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവിടെ ആരോ വന്നിട്ടുണ്ടെന്ന്. കാരണം എനിക്ക് ഇവരുടെ ഭാഷ നന്നായിട്ട് മനസ്സിലാവും. അങ്ങനെ അകത്ത് കയറി എല്ലാവരും പോയതുകൊണ്ട് ലൈറ്റൊക്കെ കെടുത്തി എന്താ പറയുക, നമ്മൾ ആ സമയത്തിന് തമ്പുരാനോട് പറയാം പോയവരൊക്കെ ഏറ്റവും ഭംഗിയായിട്ട് തിരിച്ച് അതുപോലെ തന്നെ കൊണ്ടുവരണേ. ഇതൊക്കെയാണ് നമ്മളുടെ കുട്ടി കുട്ടി പ്രാർത്ഥനകൾ കേട്ടോ. പ്രാർത്ഥനകളല്ല, നമ്മൾ മനസ്സിൽ തമ്പുരാനോട് അപേക്ഷിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഉപ്പുമാവ് ഓൾറെഡി രാവിലെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും ഡാഡി ഒരുമിച്ചിരുന്നാൽ കഴിച്ചത്. അപ്പം ഞാൻ സാധാരണ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഈ സമയമാകുമ്പോൾ ഒരു 2 പീസ് ബ്രെഡും ബട്ടറും കൂടി കഴിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മുമ്പ് തൊട്ടുള്ളത് 2 മുട്ട വീതം കഴിക്കാൻ പറ്റില്ല പ്രോട്ടീനിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാനതിങ്ങനെ മടിച്ചിട്ട് ആദ്യമൊക്കെ വലിയ കൃത്യമായിട്ട് കഴിച്ചിരുന്നു, എഗ് സാലഡൊക്കെ കഴിച്ചിരുന്നു. പക്ഷേ പിന്നെ അത് മടിയായി തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അതിനുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ ബട്ടർ പുറത്തെടുത്ത് വെച്ചിട്ടില്ല. അപ്പോൾ ബട്ടർ അലിയിച്ചിട്ട് എനിക്ക് തേക്കാൻ എനിക്കിഷ്ടമല്ല. അത് ആ ഒരു ക്രീമി ടെക്സ്ചറിൽ തേക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ 2 മുട്ട ബുൾസായി ഉണ്ടാക്കി 2 പീസ് ബ്രെഡും കഴിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കഴിയട്ടെ. നോക്കിയപ്പോൾ ചായ ഉള്ളത് കൊണ്ടാണ് കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ ഒരു തുണ്ട് ചായ ഇരിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ അതങ്ങടെ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ 11:30 അതാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ അങ്ങനെ നമ്മുടെ അരിയും ഉഴുന്ന് ഉലുവ ഒക്കെ വെള്ളത്തിലിട്ടു. പിന്നെ മറ്റേ വടക്കുള്ള ഉഴുന്ന് വേറെ വെള്ളത്തിലിട്ടു. അങ്ങനെ ഞാൻ വിചാരിച്ചു സാധാരണ ചെയ്യുന്ന പോലെ ഒരേ ഭാഗം അങ്ങോട്ട് ഒതുക്കാമെന്ന്. അങ്ങനെ ഒതുക്കി അടക്കള ഫുൾ അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോഴാണ് നമ്മൾ സിനിമയിൽ നടക്കുന്ന പോലെ ഒരു സംഭവം നമ്മളുടെ വീട്ടിൽ എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയത്. ഞാനിവിടെ ഇങ്ങനെ ഇവിടെ ക്ലീൻ ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് എൻ്റെ വീഡിയോ എടുക്കുന്ന ഒരു ഫോണിൽ ഞാൻ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ കുട്ടികളോട് കേട്ടോ, പിള്ളേരോട്. ആ സമയത്ത് മറ്റേ ഫോണിൽ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കാറ് എടുക്കണില്ലേ, വെള്ള കാറ്, ആ ജനൽ ക്ലീൻ ചെയ്യാനായിട്ട് അങ്ങോട്ട് കടന്ന നേരത്താണ് ഡാഡി വന്നത്. അപ്പോൾ ജനൽ ക്ലീൻ ചെയ്യുമ്പോൾ ഞാൻ ഓൾറെഡി ഈ ഫോൺ എടുത്തിട്ട് കാറിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് സാധാരണ ജനൽ ക്ലീൻ ചെയ്യുക. ആ ജനൽ ക്ലീൻ ചെയ്യണ നേരത്താണ് ഡാഡി വന്നത്. അപ്പോൾ ഡാഡി വന്നപ്പോൾ ഞാൻ ഓടിച്ചെന്ന് ഡാഡി കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എടുത്ത് അകത്ത് വെച്ച് കാര്യങ്ങൾ ഒതുക്കി. അപ്പോൾ 2 വണ്ടി കിടക്കുന്നുണ്ട്, ഇങ്ങനെ കാർ പോർച്ചിലും കിടക്കുന്നുണ്ട്, ഇപ്പുറത്തും കിടക്കുന്നുണ്ട്. അപ്പോൾ ഡാഡി പറഞ്ഞു ഞാൻ കുട്ടികളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ഡാഡി ഇറങ്ങി കുട്ടികളെ കൊണ്ടുവരാനായിട്ട് അങ്ങോട്ട് പോയി. ഞാൻ ബാക്കി വീഡിയോ എടുക്കാനായിട്ട് ഓടി വന്ന് കാറിൻ്റെ മുകളിലേക്ക് നോക്കിയപ്പോൾ കാറേ ഇല്ല അവിടെ. നിങ്ങൾക്കറിയാലോ, കാറിൻ്റെ മുകളിൽ ഞാൻ ഓൾറെഡി ആ ഫോൺ വെച്ചിട്ടുണ്ടായിരുന്നു. ഡാഡി ഇതറിയാണ്ട് ഡാഡി കൊണ്ടുപോയി ആ കാറാണ്. എനിക്ക് എന്താ പറയുക, കയ്യും കാലും വിറച്ചു തുടങ്ങി. ആരെ വിളിക്കുക, എവിടെ നിന്നാണ് വിളിക്കുക, എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അവസാനം ഒരു വിധത്തിൽ ഡാഡിയെ വിളിച്ചപ്പോൾ ഡാഡി നടത്തറ ജസ്റ്റ് സെൻറ്ററിലേക്ക് എത്തുന്നു. ഞാൻ പറഞ്ഞു ഡാഡി വണ്ടി ഒന്ന് പതുക്കെ നിർത്തിയിട്ട് വണ്ടിയുടെ മുകളിൽ എൻ്റെ ഫോൺ ഉണ്ടോയെന്നൊന്ന് നോക്കി. ഞാൻ ഇവിടെ നിന്ന് ഗേറ്റ് വരെ നോക്കി, ഗേറ്റിൻ്റെ അവിടെ നിന്ന് ടീച്ചറുടെ വീട് വരെ ഞാൻ നോക്കി. പക്ഷേ എനിക്ക് കയ്യും കാലും വിറയ്ക്കണമെന്ന് പറഞ്ഞു. ഡാഡി അങ്ങനെ വണ്ടി നിർത്തി നോക്കിയപ്പോൾ എന്തോ കുരുത്തം, ഫോൺ അവിടെ അങ്ങനെ സ്ട്രക്കായിട്ട് ഇരിക്കുക കാറിൻ്റെ മുകളിൽ. അതായത് അതൊരു റബ്ബറൈസ്ഡ് ടൈപ്പ് കവറായിരുന്നു. അപ്പോൾ അതിങ്ങനെ വെക്കുമ്പോൾ അത് ശരിക്കും വാക്വം പോലെ ഒട്ടിപ്പിടിച്ചിരിക്കും. എന്തോ കുരുത്തം. എനിക്ക് എന്താ പറയുക, നമ്മൾ സിനിമയിലൊക്കെ കാണില്ലേ കാറിൻ്റെ മുകളിൽ ഫോൺ വെച്ചിട്ട് എത്ര കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട് നടത്തറ സെൻറ്ററിലേക്ക്. അങ്ങനെ അവിടെ നിന്ന് എടുത്ത് വെച്ചിട്ടാണ് പിന്നെ വരുമ്പോൾ കുട്ടികളെയും കൊണ്ട് വന്നത് കേട്ടോ ഡാഡി. കുട്ടികൾ വന്ന വഴിക്ക് അവർക്കുള്ള ഫുഡൊക്കെ കൊടുത്ത് അതോടുകൂടി അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഡിവൈനും ഡിമ്പിളും എത്തി. അവർ വരുന്നതോടുകൂടി നമ്മുടെ ചാക്കോച്ചനെയും കൊണ്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഫോണിൻ്റെ സംഭവം കഴിഞ്ഞതിന് ശേഷം ഞാൻ അപ്പം തന്നെ ഡിവൈനെ വിളിച്ചു. ആ നേരത്ത് കിട്ടിയത് ഡിവൈൻ്റെ നമ്പർ. അപ്പോൾ ഡിവൈനോട് പറഞ്ഞു ഇങ്ങനെ ഉണ്ടായി എന്നൊക്കെ. അപ്പോൾ എല്ലാവരും എന്താ പറയുക, ഞാൻ കുട്ടികളോട് പറഞ്ഞു ഇങ്ങനെ ഉണ്ടായി എന്നുള്ളത്. അപ്പോൾ അവരെല്ലാവർക്കും ഒരു തമാശയായിരുന്നു അത്. അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞപ്പോൾ അവർ നാത്തൂനും പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാട്ടോ വന്നത്. അക്ഷയെന്ന് ബിരിയാണി കഴിച്ചു എന്ന് പറയുന്നുണ്ട്, ഒട്ടും നന്നായില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഞാനും ഡാഡി ഊണൊക്കെ കഴിച്ച് ബീഫ് കറി ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് ഡാഡിയും കുറച്ച് നേരം കിടക്കാമെന്ന് പറഞ്ഞിട്ട് പോയി. അത് കഴിഞ്ഞ് ഡാഡി പതിവുംപടി ഉച്ച തിരിഞ്ഞിലത്തെ ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് ഉപരി പോയിട്ടോ. ഞാൻ പറഞ്ഞില്ലേ 3 നേരമായിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യാന്നുള്ളത്. അങ്ങനെ ഞാൻ നമ്മളുടെ ഇത് അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു മാവ്. അത് നല്ലോണം ബീറ്റ് നല്ല സോഫ്റ്റായിട്ടുള്ള ശരിക്ക് ഇത് ഉഴുന്നുവടയാണ്. പക്ഷെ ഞാൻ എളുപ്പത്തിന് എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയില്ലേ അതിലൊഴിച്ചിട്ട് മറച്ചിട്ട് നേരെ ഒരു ചീനച്ചട്ടിയിൽ മുരിച്ചെടുക്കും. അത് ഞാൻ ഒരുവിധം പലഹാരമൊക്കെ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ബുദ്ധിമുട്ടുമില്ല, കാണുമ്പോഴും നല്ല ഭംഗിയുണ്ടാവും.
അപ്പോൾ ഡിവൈൻ്റെ വക നല്ലൊരു ചമ്മന്തി എന്തുട്ടൊക്കെയായിരുന്നു എന്നാൽ പറഞ്ഞാൽ സബോളയും ചുവന്ന മുളകും വെളുത്തുള്ളിയും കുറച്ച് വിനാഗിരിയും എന്തൊരു ടേസ്റ്റായിരുന്നു എന്നറിയോ. ഡിംപിൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ബീഫിൻ്റെ ചാറ് കൂട്ടിയിട്ടാണ് കഴിച്ചത് കേട്ടോ. അപ്പോഴേ ഡോൺ വിളിച്ച് പറഞ്ഞത് കുറേ ലേറ്റാവും, മാപ്രാണം പള്ളി പെരുന്നാളിൻ്റെ അവസാനത്തെ കലാശക്കൊട്ട് പോലെ എന്തോ ഒരു സംഭവമൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന്. അപ്പോൾ ഞാൻ ഡിവൈനോട് പറഞ്ഞു, മോള് ഭക്ഷണം കഴിച്ച് കിടന്നു വെറുതെ കാത്തിരിക്കണ്ടല്ലോ എന്ന് പറഞ്ഞ്. അപ്പോഴേക്കും ഡിംപിളും അതെ, പാച്ചു ഇന്ന് ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടില്ല, പാച്ചു ഉറക്കം തൂങ്ങി തുടങ്ങി. അങ്ങനെ ഞാൻ വേഗം ചപ്പാത്തി ഉണ്ടാക്കാൻ നിന്ന്. അത് ബീഫ് കറി ഉണ്ടായിരുന്നു, ഞാൻ രാവിലെ തന്നെ വെച്ചല്ലോ, നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ അതൊക്കെ കൂട്ടി ഭക്ഷണമൊക്കെ കഴിച്ച് പാച്ചുവിന് ഭക്ഷണം കൊടുത്ത് ഞങ്ങൾ മൂന്നാളും മൂന്നോടത്തേക്ക് പോയി. അതായത് ഡിവൈൻ കുട്ടികളുടെ അടുത്തേക്ക് പോയി, ഡിംപിള് പാച്ചുവിനെയും കൊണ്ട് ഉറക്കാൻ പോയി. പാച്ചു നിന്നുറങ്ങായിരുന്നു കേട്ടോ, നടന്നുറങ്ങാന്ന് പറയില്ലേ, അങ്ങനെയായിരുന്നു. അപ്പോൾ ഡിവൈനോട് ഇങ്ങനെ കുറേ വിശേഷങ്ങളും കാര്യങ്ങളും ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, കലകലാന്ന് സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓരോ കുട്ടികൾക്കും ഓരോ സമയമാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോഴെന്നല്ല എപ്പോഴും തോമും ഓരോ കാര്യങ്ങൾ പറയുന്ന അതേ മാസം ഞാനിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് പാച്ചുവിന് വെക്കും. അപ്പോൾ നമ്മളത് കഴിഞ്ഞ് അതും മറികടന്ന് പോയിട്ട് അത് ചെയ്യണില്ലെങ്കിലാണല്ലോ നമുക്ക് ശ്രദ്ധിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് കറക്റ്റ് അതുപോലെ തന്നെ കേട്ടോ. ഓരോ സമയങ്ങളും ഓരോ മൈൽ സ്റ്റോണും ഞാൻ ഇങ്ങനെ അത് ശ്രദ്ധിക്കുമ്പോൾ ഒരു കുഴപ്പമില്ലാണ്ട് ദൈവം സഹായിച്ച് ഒരു പ്രശ്നമില്ലാണ്ട് മുന്നിലേക്ക് പോകുന്നുണ്ട്. ഇതുപോലെ തന്നെ പോകണം എന്നാണ് ആഗ്രഹം. അങ്ങനെ ഞാൻ പട്ടികൾക്കുള്ള ഫുഡ് വെച്ച് കൊടുത്തു. ഡാഡി ഓൾറെഡി നേരത്തോടെ ഉറങ്ങിയാൽ മതി, ഡാഡി നേരത്തോടെ ഉറങ്ങണ ആളാന്ന് പറഞ്ഞില്ലേ. പിന്നെ ഇന്നിപ്പോൾ ഡിംപിളിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫോണിൻ്റെയും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ആൻസൺ 3 ദിവസമായിട്ട് ധ്യാനത്തിന് അവർ ഫാമിലി എല്ലാവരും കൂടി പോയേക്കാണ്. അങ്ങനെ ഞാൻ എല്ലാ പരിപാടികളും കഴിഞ്ഞ് കുറേ ലേറ്റായി, കാരണം തിക്കുന്തരക്ക് അടിച്ചിട്ട് കാര്യമില്ല. എനിക്ക് എന്ത് വന്നാലും ഡോൺ വീട്ടിൽ വരാണ്ട് എനിക്ക് കിടന്ന് ഉറക്കം വരില്ല. വാതിൽ തുറക്കണം, ഗേറ്റ് തുറക്കണം, വേണ്ടാന്ന് പറഞ്ഞാൽ പോലും ഞാൻ പറയില്ല, ഞാൻ ഇരുന്നോളാം. കാരണം ഞാൻ 2-2:30 വരെ ഇരുന്ന ആൾ ഇപ്പം ഇല്ല കേട്ടോ, ഇപ്പം ഞാൻ വളരെ കൃത്യമാണ്. അപ്പോൾ പിന്നെ എനിക്ക് കുഴപ്പമില്ല. എന്നാലും ഡിവൈൻ ഇറങ്ങി വന്ന് ഞങ്ങളങ്ങനെ രണ്ടുപേരും കുറേ നേരം ഇരുന്ന് വർത്താനം പറഞ്ഞ് ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഡിവൈനോട് ഞാൻ പറഞ്ഞു, പോയി കിടന്നോ, ഞാൻ എന്തായാലും ഇവിടെ ഉണ്ടാവുന്നു. അങ്ങനെ ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ നിൽക്കുമ്പോഴാണ് ഡോൺ വന്നത്. അപ്പോൾ പിന്നെ ഡോൺ വന്ന് അവൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിടിച്ച് വന്നപ്പോഴേക്കും സമയം 1:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡോൺ വന്ന് അവനോട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചു. ചായ കുടിക്കണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് അവൻ കിടന്നുറങ്ങാൻ പോയി. ഞാൻ എൻ്റെ പരിപാടി കഴിഞ്ഞ് ഞാനും ഉറങ്ങാൻ പോവാം. അപ്പോൾ ഇനിയിപ്പോൾ നാളെ കാണാം കേട്ടോ. ബൈ.